ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ത്രിഗുണാത്മകമാണ് ഈ പ്രപഞ്ചം മുഴുവനും. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളാൽ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഈശ്വരൻ മറയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് നിറയെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാൽ ആവൃതമാണ്. അതിൽ സത്വഗുണം വളരുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും ക്ഷയിച്ചു വരും. രജോ ഗുണമാണ് വളരുന്നതെങ്കിൽ തമോ ഗുണവും സത്വഗുണവും ക്ഷയിച്ചിരിക്കും. തമോ ഗുണം വളർന്നു വന്നാൽ രജോ ഗുണവും സത്വഗുണവും കുറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് ഇവയുടെ ക്രമം. അതിനാൽ സത്വഗുണം നമ്മെ സമാധാനത്തിലേക്കും ഈശ്വരൻ്റെ ദിവ്യമായ അനുഭൂതി തലത്തിലേക്കും എത്തിക്കുന്നു. സത്വഗുണം. രജോ ഗുണമാവട്ടെ നമ്മെ അനിത്യമായി വസ്തുക്കളെയൊക്കെ സത്യമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവയിൽ തന്നെ കെട്ടിയിടുന്നു, ഒരിക്കലും സ്വതന്ത്രമാകാൻ പറ്റാത്ത വിധത്തിൽ. തമോ ഗുണമാവട്ടെ ഒന്നിനും ഉത്സാഹവും ഉണർവും ഇല്ലാതെ എന്ത് കേട്ടാലും വിപരീതമായി മനസ്സിലാക്കുകയും ഉണർവില്ലാതെ ഉറക്കം മാത്രം സ്വഭാവമായി ആലസ്യം, നിദ്ര, വിസ്മൃതി എന്നാണ് തമോ ഗുണത്തിന് ലക്ഷണം പറയുന്നത്. മടി, ഒന്നും ചെയ്യാൻ ഉണർവുണ്ടാവില്ല, ഉത്സാഹം ഉണ്ടാവില്ല, ഒന്നും അറിയാനില്ല, എവിടെയും പോകണമെന്നില്ല, ആലസ്യം. പിന്നെ ഉറങ്ങണം, ഇഷ്ടം പോലെ നന്നായി ഉറക്കമാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം. പിന്നെ അറിയേണ്ടതെന്തോ അതിനെ മറക്കുകയും മറക്കേണ്ടതെന്തോ അതിനെ ഓർമ്മിക്കുകയും ചെയ്യുന്നതും തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. അതിനാൽ ഈ 3 ഗുണങ്ങളുടെയും ലക്ഷണം ഇവിടെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. രാജസൻ കാമിനി കാഞ്ചനാസക്തി കലർന്നവൻ, താമസൻ മർത്യജന്മൈക ലക്ഷ്യം തീരെ മറന്നവൻ. നോക്കണേ, രാജസൻ കാമിനി കാഞ്ചനാസക്തി കലർന്നവൻ. രജോ ഗുണമുള്ള ഒരാളെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം? അവർക്ക് കാമിനി കാഞ്ചനത്തോടായിരിക്കും ഏറ്റവും അധികം പ്രിയം. കാമിനി എന്നാൽ സ്ത്രീ, കാഞ്ചനം എന്നാൽ സമ്പത്ത്. സ്ത്രീയെ പുലർത്തണമെങ്കിൽ സമ്പത്ത് കൂടിയേ കഴിയൂ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പരമപ്രധാന സ്ഥാനം സ്ത്രീക്കും സമ്പത്തിനുമാണ്. സ്ത്രീയെ നിലനിർത്താൻ സമ്പത്ത് കൂടിയേ കഴിയൂ. അതുകൊണ്ട് സമ്പത്ത് ആർജിക്കുന്നു, സ്ത്രീയെ നിലനിർത്തുന്നു. അത് ഭോഗസുഖത്തിന് വേണ്ടി മാത്രം. ഇത് രണ്ടുമാണ് രജോ ഗുണം. രജോ ഗുണത്തിന് ആഗ്രഹങ്ങളുടെ സമാഹാരമാണ്. ആഡംബരപ്രിയരാണ്. എത്ര കിട്ടിയാലും മതിയാവാത്ത മനോഭാവം, ഇതെല്ലാം രജോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. അതിൽ ഈ സ്വഭാവം അവരിൽ മുന്നിട്ട് നിൽക്കും. കാമിനി കാഞ്ചനത്തോടുള്ള ആസക്തി. എന്നാൽ താമസന്റെ സ്വഭാവം എന്താണ് എന്നൊന്ന് നോക്കാം നമുക്ക്. താമസൻ മർത്യജന്മൈക ലക്ഷ്യം തീരെ മറന്നവൻ. താമസൻ എന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയായി ലോകത്തിലേക്ക് ജനിച്ചു വന്നിരിക്കുന്നത് അത് തീരെ മറന്നുപോയി. നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ അറിയാനാണ് മനുഷ്യ ശരീരമെടുത്ത് നാം ഇവിടെ വന്നത്. അത് മറന്നു. അതവർക്ക് ആവശ്യമേ ഇല്ല. അവർക്ക് ഈ ലോകത്തിലെ വസ്തുക്കൾ മാത്രം മതി. അതാണ് താമസൻ മർത്യജന്മൈക. മനുഷ്യജന്മത്തിൻ്റെ ഏക ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അത് മറന്നവരാണ്. അതിനുവേണ്ടി ഒട്ടും ഔത്സുക്യം കാണിക്കാത്തവരാണ് തമോ ഗുണപ്രകൃതർ. അതിനാൽ നാം ഒരിക്കലും തമോ ഗുണത്തിന് അധീനരാകാതെ രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും ഉയരേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പരമമായ ശ്രേയസ്സുണ്ടാവുകയുള്ളൂ. അതിനാൽ സത്വഗുണം വളർന്ന ഒരാൾ
ശാന്തനും ഈശ്വരന്വേഷിയും അതുപോലെ സമാധാനപ്രിയരും പരമമായ സുഖത്തെ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. ആ സത്വഗുണമാണ് നാം വളർത്തേണ്ടത്. സത്വഗുണം വളരണമെങ്കിൽ രജോ ഗുണവും തമോ ഗുണവും തളർത്തിയേ പറ്റൂ. സത്വഗുണം വളരുമ്പോൾ സ്വാഭാവികമായും രജോ ഗുണവും തമോ ഗുണവും ക്ഷയിക്കും. അതിനാൽ രാജസൻ കാമിനി കാഞ്ചനാസക്തി കലർന്നവൻ താമസൻ മർത്യജന്മേക ലക്ഷ്യം തീരെ മറന്നവൻ.